നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല, നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്ത് വളർന്നുവരുന്ന അധോലോക സംഘമെന്നും K. സുരേന്ദ്രൻ. MLA സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുലിന്റെ തീരുമാനമാണെന്ന കോൺഗ്രസ് വാദം ശരിയല്ലെന്നും പിന്നെന്തിനാണ് പാർട്ടിയെന്നും സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. എല്ലാ കണ്ണുകളും പെരുങ്ങോട്ടുകുരിശിയിലേക്ക്. മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ഇടതുചേരിയിലേക്ക് മാറിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിന്റെ സ്വതന്ത്ര മുന്നണിയും LDFും നേരിടുന്നത് UDFിനെ. 45 വർഷക്കാലം കോൺഗ്രസിനെ ഭദ്രമാക്കിയ ഗോപിനാഥ് ഇടതുഭരണം കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിൽ. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചു കയറി മറിഞ്ഞു. സമീപത്തെ സ്ഥാപനത്തിന്റെ ഇരുമ്പ് കോവണിയും ഇടിച്ചു തകർത്തു. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ആശ്ചര്യമായി അമളമഴ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആലയിലാണ് ശനിയാഴ്ച രാവിലെ മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. നിമിഷനേരം മാത്രം പെയ്ത മഴ ഞൊടിയുടയിൽ പെയ്തൊഴിഞ്ഞു. മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലവും നൈട്രിക് അമ്ലവും മഴയിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്നതാണ് അമ്ലമഴ എന്ന് വിദഗ്ധർ. മുള്ളൂർക്കരയിൽ യുവാവിനെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി. മരിച്ചത് മുള്ളൂർക്കര കണ്ണമ്പാറ കുറുവക്കാട് വീട്ടിൽ ഉണ്ണീഷിന്റെ മകൻ 26 വയസ്സുള്ള ജിഷ്ണു. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല, നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്ത് വളർന്നുവരുന്ന അധോലോക സംഘമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കുന്നത് രാഹുലിന്റെ തീരുമാനമാണെന്ന കോൺഗ്രസ് വാദം ശരിയല്ലെന്നും പിന്നെ എന്തിനാണ് പാർട്ടിയെന്നും പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു. MLAക്കെതിരെ ഗൗരവമായ പരാതി വന്നതോടെ VD സതീശൻ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും K. സുരേന്ദ്രൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഹുൽ വിഷയം ഒറ്റപ്പെട്ടതല്ല, സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ മാങ്കൂട്ടത്തിന്റെ ഗുരുക്കന്മാർക്കും വിദേശത്തു നിന്ന് ഫണ്ട് നൽകുന്നവർക്കും മതതീവ്രവാദികൾ വരെ ഇതിൽ പങ്കുണ്ട്. ഇരയെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന പരാതിയുമുണ്ട്. ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല, നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്ത് പുതുതായി വളർന്നുവരുന്ന അധോലോക സംഘമുണ്ട്. ഇവരുമായി സർക്കാരിന് എന്തിനാണ് ഒളിച്ചുകളി എന്നാണ് സംശയം. സസ്പെൻഷനിലായ രാഹുലിനെ വീട്ടിൽ നിന്നും വീണ്ടും പുറത്തിറക്കിയത് ഈ അധോലോക സംഘമാണ്. പരാതി പറയാൻ ശ്രമിക്കുന്നവരെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുക, അത് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ആരുടെ സ്പോൺസറാണ് എന്നുള്ളത്. അത്തരം ശക്തികളുടെ സഹായമുണ്ട്. അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിനകത്ത് ഏത് പ്രചരണവും നടത്താൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയൊരു ഒക്കച്ചങ്ങായിമാർ, ഗുണ്ടാ സംഘങ്ങളുമായി നടക്കുന്നവർ, സൈബർ ഗുണ്ടകളുമായി നടക്കുന്നവർ, മതതീവ്രവാദികളുടെ പോലും പിന്തുണയോടുകൂടിയാണ് അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും കോൺഗ്രസിൽ ആർക്കും അറിയാത്തതല്ല. കാരണവും തെളിവുകളും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിലും പോലീസ് രാഹുലിനെ സംരക്ഷിച്ചു. MLA സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുലിൻ്റെ തീരുമാനമെന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല. അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് പാർട്ടിയെന്നും സുരേന്ദ്രൻ ചോദിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. എല്ലാ കണ്ണുകളും പെരുങ്ങോട്ടുകുരിശിയിലേക്ക്. മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ഇടതുചേരിയിലേക്ക് കളം മാറിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിന്റെ സ്വതന്ത്ര മുന്നണിയും LDFും നേരിടുന്നത് UDFിനെ. 45 വർഷക്കാലം കോൺഗ്രസിന്റെ നില ഭദ്രമാക്കിയ ഗോപിനാഥ് ഇടതുഭരണം നടപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ആകെ 18 സീറ്റിൽ 11 സീറ്റിൽ സ്വതന്ത്ര മുന്നണിയും 7-ൽ LDF സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു. 45 വർഷക്കാലം പെരുങ്ങോട്ടുകുരിശിയുടെ ഭരണം കോൺഗ്രസിന്റെ കൈപ്പിടിയിലൊതുക്കിയ ഗോപിനാഥ് കോൺഗ്രസ് നേതൃത്വമായുള്ള അസ്വാരസ്യത്തെ തുടർന്ന് 2024 കോൺഗ്രസിന്റെ പ്രാഥമികത്വം വരെ ഒഴിവാക്കിയത്. 45 വർഷക്കാലം പഞ്ചായത്തിലെ പ്രതിപക്ഷക്കാരായ പെരുങ്ങോട്ടുകുരിശിയിൽ
ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ആണ് ഗോപിനാഥിൻ്റെ പ്രതിപക്ഷക്കാർ. ഗോപിനാഥ് രൂപീകരിച്ച IDF, സ്വതന്ത്ര വികസന മുന്നണിയും CPM-ഉം കൈകോർത്താണ് ഇവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്. 18 വാർഡുകളുള്ളതിൽ ഗോപിനാഥിൻ്റെ IDF-ന് 11 സീറ്റിലും CPM 7 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. IDF സ്ഥാനാർത്ഥികൾ കുടച്ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. നിലവിൽ പഞ്ചായത്തിലെ 6ാം വാർഡ് അംഗമായ ഗോപിനാഥ് ഇത്തവണ 9ാം വാർഡിൽ ബമ്പണ്ണൂരിലാണ് അംഗം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ച് കയറി മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിൻ്റെ ഇരുമ്പ് കോമഡിയും ഇടിച്ചു തകർത്തു. ഞെട്ടിക്കുന്ന അപകടത്തിൻ്റെ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് ശനിയാഴ്ച പുലർച്ചെ 2:45 പരുത്തിപ്ര LP സ്കൂൾ പരിസരത്തെ വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. നിയന്ത്രണം വിട്ട കാർ പാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ ഇരുമ്പ് കോമണി ഇടിച്ചു തകർത്ത് തൊട്ടടുത്തുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒമ്നി വാനിൽ ഇടിച്ചു കയറി മറിയുകയായിരുന്നു എന്നാണ് വിവരണങ്ങൾ. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളിൽ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്നയാൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരുത്തിപ്ര സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള ഒമ്നി വാനും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ ഡിവൈൻ ആശുപത്രിക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. സ്വകാര്യ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറിയുമായി ഡിവൈൻ ആശുപത്രിയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുകയായിരുന്ന സ്വകാര്യ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ യാത്രകനായ ചേലക്കര സ്വദേശിക്ക് പരിക്കേറ്റു. ചേലക്കര അന്തിമഹാകളങ്കാവ് സ്വദേശിയായ രാജേഷിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ ഓട്ടുപാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ രാജേഷിനൊപ്പം ജസന്ത് എന്ന മറ്റൊരാളും ഉണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ അമളമഴ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആലയിൽ ശനിയാഴ്ച രാവിലെയാണ് മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. ആല ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അമളമഴ കൊണ്ടത്. ഇവരുടെ വസ്ത്രങ്ങളിലും വാഹനങ്ങളിലും മഞ്ഞ നിറമുള്ള മഴ വീഴുകയായിരുന്നു. ഇന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ചെറിയൊരു മഴ ചാറ്റൽ പോലെയാണ് ആദ്യം തോന്നിയത്. അപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയവരുടെ ഡ്രസ്സിലൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ട്. നമ്മൾ ആദ്യം അത് വിചാരിച്ചത് വല്ല പക്ഷികളുടെ ഇതാണെന്ന് വിചാരിച്ചത്. പിന്നീടാണ് നമ്മൾ വണ്ടികളിൽ ശ്രദ്ധിച്ചപ്പോൾ നിറച്ച് മഴ പെയ്ത ഒരു ആസിഡ് റെയിൻ പോലെ എല്ലാ വണ്ടികളിലും മഞ്ഞ കളറിൽ ഡോട്ട്സ് കണ്ടത്. അത് പോകാനാണെങ്കിലും പാടാണ്. നമ്മളത് ഉരച്ച് നോക്കി അതങ്ങനെ പോകുന്നില്ല. ഡ്രസ്സിലായതും ഇച്ചിരി പാടുപെട്ടിട്ടാണ് നമ്മൾ കളഞ്ഞത്. ഇല്ല, ദേഹത്ത് തട്ടിയവർക്ക് അസ്വസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് നമ്മൾ ഡ്രസ്സിൽ കളർ വന്നു. പിന്നെ നമ്മളവിടെ ടൈൽസിലൊക്കെ കളർ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പ്രത്യേകം വണ്ടിയിലാണ് നമ്മൾ ശരിക്കും അറിഞ്ഞത്. അത് എന്തായാലും അധികം ഉറച്ചിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഒരു ആസിഡ് മഴയാണ് എന്ന് തോന്നിയതല്ല. നിമിഷനേരം മാത്രം നീണ്ടുനിന്ന മഴ ഞൊടിയിടയിൽ പെയ്തൊഴിഞ്ഞു. മലിനീകരണത്തിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂറിക് അമ്ലവും നൈട്രിക് അമ്ലവും എന്നിവ മഴയിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് അമ്ലമഴ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വീട്ടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കര കണ്ണമ്പാറ കുറവക്കാട് വീട്ടിൽ ഉണ്ണീഷിന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പട്ടാമ്പി കോസ്മിക് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി ഡിസംബർ 1 മുതൽ 31 വരെ നീണ്ടുനിൽക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. എല്ലുരോഗ വിഭാഗം, ഞരമ്പ് രോഗ വിഭാഗം, ശ്വാസകോശ വിഭാഗം, ENT വിഭാഗം എന്നീ വിഭാഗങ്ങളായാണ് ക്യാമ്പ്. കൂടാതെ നിരവധി പാക്കേജുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 81 11 82 09 59 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഷൊർണൂരിൽ സംഘടിപ്പിച്ച സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സര പരിപാടി രുചി വിഭവങ്ങളുടെ കലവറയായി. ഷൊർണൂർ ഉപജില്ലാതല പാചക മത്സരം 2025 ജില്ലാ ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ PB സുധീർ ഉദ്ഘാടനം ചെയ്തു. 1ാം സ്ഥാനം നേടിയ വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ T ശാന്ത ജില്ലാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിലായിരുന്നു സ്കൂൾ പാചക തൊഴിലാളികളുടെ ഷൊർണൂർ ഉപജില്ല 2025 പാചക മത്സരം സംഘടിപ്പിച്ചത്. പാചക മത്സരം രുചി വിഭവങ്ങളുടെ കലവറയായി.
സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ഇത്തരം മത്സര പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഷൊർണൂർ ഉപജില്ലാ പാചക മത്സരത്തിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 17 പേർ പങ്കെടുത്തു. നേരത്തെ പാചക മത്സര പരിപാടി ജില്ലാ ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ PB സുധീർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ പാചക മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നവംബർ മാസം നടക്കുന്നത് സബ് ജില്ലാ പാചക മത്സരമാണ്. അത് കഴിഞ്ഞ് സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ആളുകൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും അത് കഴിഞ്ഞ് ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്ന ആളെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം എങ്ങനെ നൽകാം, അതെങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും എന്ന് ഒരു മത്സരം നടത്തി അതിൽ നല്ല രീതിയിൽ, അതായത് ഈ എല്ലാവരും കൂടി കൂട്ടായിട്ട് ഒരു മത്സരം നടത്തുമ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമായിട്ടാണ് അതിന് കാണേണ്ടത്. ചടങ്ങിൽ ഷൊർണൂർ AO സുവർണകുമാരി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PB കദീഷ്, ഷാജി മാസ്റ്റർ, റേഷനിംഗ് ഇൻസ്പെക്ടർ TN മനോജ്, VR റസിയ, V സംഗീത, മഞ്ജിമ, ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. 4 പേരടങ്ങുന്ന വിധികർത്താക്കളാണ് മത്സരവിജയികളെ തിരഞ്ഞെടുത്ത്. പങ്കെടുത്ത എല്ലാവരും മികച്ച നിലവാരം പുലർത്തിയെന്നാണ് അഭിപ്രായം. 1ാം സ്ഥാനം വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീം ശാന്ത നേടിയപ്പോൾ 2ാം സ്ഥാനം വാടനാംകുറിശി ഗവൺമെൻറ് ഹൈസ്കൂളിലെ തങ്കമണി കരസ്ഥമാക്കി. 3ാം സ്ഥാനം പനയൂർ TM UP സ്കൂളിലെ ദേവകിയും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാതല മത്സരത്തിലേക്ക് വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീം ശാന്തയെ തിരഞ്ഞെടുത്തു. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിവിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. നവംബർ 22 ആരംഭിച്ച യജ്ഞത്തിന് ശനിയാഴ്ച സമാപനമായത്. നിരവധി ഭക്തർ പങ്കെടുത്തു. കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് 29 ശനിയാഴ്ച ഉച്ചയ്ക്ക് സമാപനമായത്. രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾ പതിവ് പോലെ നടന്നു. തുടർന്ന് ഭാഗവത സപ്താഹ പാരായണവുമുണ്ടായി. ഉച്ചയോടുകൂടി സമർപ്പണ ആരതി, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം തുടങ്ങിയവയും നടന്നു. ബ്രഹ്മശ്രീ പൊന്നുടുക്കും മണികണ്ഠൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. പുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി, പുതുശ്ശേരി പ്രശാന്ത് നാരായണ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. യജ്ഞത്തിൻ്റെ സമാപനത്തിലും അന്നദാനത്തിലും 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 8 മുതൽ സമ്പൂർണ്ണ നാരായണീയം ആരംഭിക്കും. എരിപുരം നാരായണ സമിതിയാണ് അവതരിപ്പിക്കുക. തുടർന്ന് നൃത്തോത്സവം നടക്കും. ഡിസംബർ 1 തിങ്കളാഴ്ച ഏകാദശി വിളക്ക് സംഗീതോത്സവം ക്ഷേത്രത്തിൽ നടക്കും. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല, നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ടെന്നും ഇതിനു പിന്നിൽ കോൺഗ്രസിനകത്ത് വളർന്നുവരുന്ന അധോലോക സംഘമെന്നും K. സുരേന്ദ്രൻ. MLA സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുലിന്റെ തീരുമാനമാണെന്ന കോൺഗ്രസ് വാദം ശരിയല്ലെന്നും പിന്നെന്തിനാണ് പാർട്ടിയെന്നും സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. എല്ലാ കണ്ണുകളും പെരുങ്കോട്ടുകുരിശിയിലേക്ക്. മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ഇടതുചേരിയിലേക്ക് മാറിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിന്റെ സ്വതന്ത്ര മുന്നണിയും LDFും നേരിടുന്നത് UDFിനെ. 45 വർഷക്കാലം കോൺഗ്രസിനെ ഭദ്രമാക്കിയ ഗോപിനാഥ് ഇടതുഭരണം കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിൽ. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചു കയറി മറിഞ്ഞു. സമീപത്തെ സ്ഥാപനത്തിന്റെ ഇരുമ്പ് കോവണിയും ഇടിച്ചു തകർത്തു. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ആശ്ചര്യമായി അവളമഴ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആലയിലാണ് ശനിയാഴ്ച രാവിലെ മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. നിമിഷനേരം മാത്രം പെയ്ത മഴ ഞൊടിയുടയിൽ പെയ്തൊഴിഞ്ഞു. മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലവും നൈട്രിക് അമ്ലവും മഴയിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്നതാണ് അമ്ലമഴ എന്ന് വിദഗ്ധർ. മുളൂർക്കരയിൽ യുവാവിനെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി. മരിച്ചത് മുളൂർക്കര കണ്ണമ്പാറ കുറുവക്കാട് വീട്ടിൽ ഉണ്ണീഷിന്റെ മകൻ 26 വയസ്സുള്ള ജിഷ്ണു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു.
നമസ്കാരം.